ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ്. ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി എന്ന് പറഞ്ഞാൽ ഇതൊരു പായസമാണ്, പക്ഷെ വളരെ വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഈ പായസം ഇത് എന്ത് യൂസ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്, ഇത് എന്തൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഈ പായസത്തിന് വേണ്ടിയിട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്, ബ്ലാക്ക് റൈസ്. അപ്പോൾ ബ്ലാക്ക് കളറിലുള്ള ഒരു റൈസാണിത്. അപ്പോൾ ഈ ബാസ്മതി അരിയുടെ അത്രയും നീളം വരും, പക്ഷേ ബ്ലാക്ക് കളറിലാണ്. ഇത് ഓൺലൈനിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഞാൻ വാങ്ങിച്ചത് അമേസോണിൽ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസാണിത്. ഇതിൽ ധാരാളം ഫൈബർ, പ്രോട്ടീൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് അങ്ങനെ എല്ലാം കുറേ കാര്യങ്ങളൊക്കെ ഈ ബ്ലാക്ക് റൈസിലുണ്ട്. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാനായിട്ട് ഈ ബ്ലാക്ക് റൈസ് ഞാനൊരു 1/4 കപ്പ് എടുത്തിട്ട് ഇതൊരു രാത്രി മുഴുവൻ കുതിർത്തിയതാണിത്. മുങ്ങാനുള്ള അളവ് അത്രയും വെള്ളം ഒഴിച്ചിട്ട് ഒരു രാത്രി മുഴുവൻ കുതിർത്തി എടുത്തതാണ്. ആദ്യം ഒന്ന് കഴുകിയിട്ട് എന്നിട്ട് ആണ് വെള്ളം ഒഴിച്ചത്. അപ്പോൾ ഈ വെള്ളം നമുക്കൊന്ന് ഊറ്റിയെടുക്കണം. ഈ വെള്ളം കളയരുത്. ഇതൊരു ബ്ലാക്ക് കളറിലുള്ളൊരു വെള്ളമാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ റെസിപ്പിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെള്ളം കളയണ്ട. അപ്പോൾ ഈ അരി തനിയെ ഊറ്റി എടുക്കണം. അപ്പോൾ ഈ ബ്ലാക്ക് റൈസ് എന്ന് പറഞ്ഞാൽ ഇത് കുറച്ച് വേവ് കൂടുതലുള്ള ഒരു ടൈപ്പ് റൈസാണ്. അതുകൊണ്ടാണ് ഒരു രാത്രി മുഴുവൻ കുതിർത്തുന്നത്. അപ്പോൾ ഈ റൈസ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ആ ഊറ്റി വെച്ചിരിക്കുന്ന റൈസിൻ്റെ അതേ വെള്ളം കുറച്ച് അതിലേക്കൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരയ്ക്കരുത്. ഇതുപോലെ ഈ ഒരു പരുവത്തിൻ്റെ, അതായത് കുറച്ച് തരിതരിയായിട്ട് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ അത് 1/4 കപ്പ് എടുത്തത് മൊത്തം നമ്മൾ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 2.5 ഗ്ലാസ് പാലാണ്. അപ്പോൾ പാല് ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് പാലൊന്ന് ചൂടായിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ തിളച്ച് വരുന്ന ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് റൈസ് അതിലേക്ക് ചേർക്കുകയാണ്. പാലിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. പെട്ടെന്ന് തന്നെ അത് ഇട്ടതിന് ശേഷം ഉടനെ തന്നെ ഇളക്കണം, അല്ലെങ്കിൽ അതിങ്ങനെ കട്ട പിടിച്ച് അവിടെ ഇവിടെ ആക്കിയിട്ട് ഇങ്ങനെ കട്ടയിട്ട് ഇങ്ങനെ കിടക്കും. ശരിക്കും ആ പാലിൻ്റെ കൂടെ ശരിക്കും അങ്ങോട്ട് മിക്സ് ആവില്ല. അപ്പോൾ അത് വേഗം ഇട്ടിട്ട് വേണം നന്നായിട്ടൊന്ന് വേഗം മിക്സ് ചെയ്യാൻ. അപ്പോൾ ഈ ബ്ലാക്ക് റൈസ് എന്ന് പറഞ്ഞാൽ ഇത് പണ്ട് കാലത്ത് കുറേ ഈ മരുന്നുകൾ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് ബ്ലാക്ക് റൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറേ ധാരാളം വിറ്റമിൻസ്, വിറ്റമിൻ A to Z വരെ ഉണ്ട്. മെഗ്നീഷ്യം, കോപ്പർ, പിന്നെ അയൺ, പ്രോട്ടീൻ, ബീറ്റ കരോട്ടിൻ, അങ്ങനെ ധാരാളം ഗുണങ്ങൾ ഉള്ളതാണ് ഈ ബ്ലാക്ക് റൈസ്. അത്രയും ഹെൽത്തിയാണ്. എന്നിട്ട് ഇത് ഈ അരച്ച ബ്ലാക്ക് റൈസ് ഇട്ടതിന് ശേഷം കൈ എടുക്കാതെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും. അപ്പോൾ അത് അരച്ചത് ചേർത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് കട്ടയായി വരുന്നുണ്ടെങ്കിൽ നമ്മൾ ആ വെള്ളം, അരി ഊറ്റിയതിൻ്റെ ആ ഒരു വെള്ളമില്ലേ, അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി ഇങ്ങനെ എടുക്കാം. ഇപ്പം കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിക്കും. അല്ലെങ്കിൽ നമ്മൾ അരച്ച ബ്ലാക്ക് റൈസ് അതിങ്ങനെ അവിടെ ഇവിടേക്കായിട്ട് ഇങ്ങനെ കട്ടയായിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കുക. അപ്പോൾ അതിങ്ങനെ കട്ട പിടിക്കുന്നതിനനുസരിച്ച് കുറച്ച് ആ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഇതിന് മധുരത്തിനായിട്ട് നമ്മൾ വൈറ്റ് ഷുഗർ നമ്മൾ ചേർക്കുന്നില്ല. ഞാനിവിടെ ചേർക്കുന്നത് ജാഗ്രി പൗഡറാണ്, അപ്പോൾ ശർക്കര പൊടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ഷുഗറിന് പകരം ബ്രൗൺ ഷുഗർ ചേർക്കാം, അല്ലെങ്കിൽ പനം കൽക്കണ്ടം ചേർക്കാം. പാം ഷുഗർ, കൽക്കണ്ട അല്ലാതെ ആ ഷുഗർ ഫോമിൽ വരുന്നത് അത് ചേർക്കാം. വൈറ്റ് ഷുഗർ വേണ്ട, കാരണം ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് ഷുഗർ ഇതിൽ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ആ മധുരത്തിന് അനുസരിച്ച് ഇതിലേക്ക് ഷുഗർ നമ്മൾ ചേർക്കുകയാണ്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ അത് ഇളക്കിക്കൊണ്ടിരിക്കണം. പറഞ്ഞ പോലെ ഈ മധുരം, ഈ ജാഗ്രി പൗഡർ, ശർക്കര പൊടിച്ചത് അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറൊക്കെ ചേർത്തൊന്ന് ഇളക്കുമ്പോൾ കുറച്ചൊന്ന് വെള്ളം ഒന്ന് കൂടിയ പോലെ വരും. പക്ഷെ അതൊന്നും കൂടി ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് വരും. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക, കൈയെടുക്കാതെ തന്നെ. കാരണം പെട്ടെന്ന്, ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് ഇങ്ങനെ കട്ടയാവുന്നതാണ്.
ഇപ്പോൾ ഇതേ ഒരുവിധം നന്നായിട്ട് തിളച്ചതിൻ്റെ കളറൊക്കെ നല്ല കളറൊക്കെ മാറി നല്ലൊരു ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ നല്ല കട്ടയായിട്ട് തിക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ഇളം ചൂടുവെള്ളം കുറച്ച് അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലൂസാക്കാവുന്നതാണ്. നമ്മൾ ആ ഊറ്റി വെച്ച വെള്ളം കഴിഞ്ഞെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ശരിയാക്കി ഒന്ന് ലൂസാക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം തിളച്ച മധുരമെല്ലാം പാകത്തിനായി നമ്മൾ ചേർത്തിരിക്കുന്ന ബ്ലാക്ക് റൈസും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി കണ്ടാൽ തന്നെ നമുക്കറിയാം. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ്. ശരിക്കും നമ്മുടെ ആ ഒരു പാലടയുടെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ പായസം നന്നായിട്ട് എല്ലാം കുക്കായതിന് ശേഷം ഇതിലേക്ക് വറുത്ത മുന്തിരി, ഉണക്കമുന്തിരി അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തത് അതിലേക്ക് ചേർത്തിട്ട് ഇളക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് നട്ട്സ് ഏത് വേണമെങ്കിൽ ഇടാം, കാഷ്യൂനട്ട്, ബാദാം, പിസ്ത ഏത് വേണമെങ്കിലും വറുത്തത് ഇതിലേക്ക് ചേർക്കുക. അപ്പോൾ ഞാനിത് ഉണക്കമുന്തിരി മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് റൈസ് കൊണ്ടുള്ള പായസം, നല്ല ഹെൽത്തി ആയിട്ടുള്ള പായസം ഇവിടെ അത് റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട്, നല്ല ആ ഒരു കളറും വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ നമ്മൾ പാലട ബോളിയിൽ ഒഴിച്ച് കഴിക്കുന്ന പോലെ, അല്ലെങ്കിൽ പഴമോ പപ്പടമൊക്കെ കൂട്ടി കഴിക്കുന്ന പോലെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അത്രയും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.